വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, അപ്പൊ എന്നെ പരിചയമില്ലാത്ത ഒരുപാട് പേര് ഇതിനുള്ളിലുണ്ടാവും അല്ലേ. അപ്പൊ എന്റെ പേര് ഇറ്റ്സ് മീ VJR. ഓക്കെ, തുടങ്ങാം. ഇനി എന്താ പേര് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണ്ട. VJR. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇന്ന് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ. മക്കളെ, ഇന്ന് പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്കറിയാം സിലബസ് മാറിയതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിലബസ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ സിലബസ് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെയും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒരൊറ്റ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങളുടെ ഊർജ്ജം, മോട്ടിവേഷൻ. നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. കാര്യം നിങ്ങൾ കമൻസിൽ അടിപൊളി ക്ലാസ്സാണ് സാറേ, ഉഷാറാണ് സാറേ, എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഊർജ്ജമാണ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നോക്കാം ഏതാ ക്വസ്റ്റ്യൻ. കുഞ്ഞോനെ ചോദ്യം നോക്ക്. ഉറപ്പായിട്ടും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് പരീക്ഷാ പേപ്പറിലും ചോദിക്കും. റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 3 പ്രൈംസ് ആൻഡ് ഫൈൻഡ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ്. ചുവടെയുള്ള സംഖ്യകളെല്ലാം 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി എല്ലാ ഘടകങ്ങളും കണക്കാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ സാധനം. ആദ്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 66നെ എന്താക്കണം, പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് 5 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതണം. അതായത് 3 പ്രൈം നമ്പർ ആയിട്ട് ഗുണിച്ച് എഴുതണം പ്രൊഡക്റ്റ്. അപ്പൊ 66 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 66 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 66 ആണോ ഒന്നാമത്തെ ചോദ്യമായിട്ടോ നമ്മൾ ആദ്യം എഴുതുന്നത്. 11ഉം 6ഉം ഗുണിച്ചാൽ 66 അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 11ഉം 6ഉം ഗുണിച്ചാൽ 66ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം നോക്കണേ, 3 അഭാജ്യ സംഖ്യകൾ 3 പ്രൈംസ് ആയിട്ട് പ്രൊഡക്റ്റ് ആക്കി എഴുതണം. 3 അഭാജ്യ സംഖ്യകളാക്കി എഴുതണം. പക്ഷെ ഇതൊന്നും അഭാജ്യമല്ല. 6 അഭാജ്യമാണോടാ? അല്ല, 11ആണ്. പക്ഷെ 6 ഒരു അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ 6ന് പകരം നമുക്ക് എന്ത് ചെയ്താം? 6ന് പകരം നമുക്ക് 2 × 3 എന്ന് എഴുതാം. ആർക്കും സംശയമില്ലല്ലോ. അപ്പൊ 3 അഭാജ്യ സംഖ്യ 11 ഒരു അഭാജ്യമാണ്, 2 ഒരു അഭാജ്യമാണ്, 3 ഒരു അഭാജ്യം. പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 11 × 6 എഴുതി 66നെ. ശേഷം 11ഉം 2ഉം 3ഉം ആക്കി മാറ്റി, 6നെ 2ഉം 3ഉം ആക്കി മാറ്റി, ഒരേ പുളിയാക്കി മാറ്റി. അങ്ങനെ ആന്നേല് അടുത്തത് അതായത് 3 ആക്കി എഴുതിയാൽ മാത്രം പോരാ, എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക. ആൻഡ് ഫൈൻഡ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ്. മക്കളെ, ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. 66 അല്ലേ സംഖ്യ? മക്കളെ, 66 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടെങ്കിൽ 1 എന്ന് പറയുന്നതും അതേ സംഖ്യയും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. എപ്പോഴും ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നമ്പറും വരും, 1ഉം വരും. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കിയേക്കാം. അപ്പൊ 66ന് ഏതൊക്കെ ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? ഒരു 1ഉം ഒരു 66 എപ്പോഴും വരും. പിന്നെ ഈ സംഖ്യകൾ, ഈ അഭാജ്യ സംഖ്യകളും ഓൾറെഡി ഒരു ഘടകങ്ങളാവും. അപ്പോൾ 1ഉം 66ഉം പിന്നെ ഒരു 11ഉം 2ഉം 3ഉം ഉണ്ട്. അപ്പൊ 11 ഒരു ഘടകമാണ്, 2 ഒരു ഘടകമാണ്, 3 ഒരു ഘടകമാണ്. ഇതുവരെ ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ 11ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 11 × 2 22 അല്ലേ? അപ്പൊ ആ 22ഉം അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും, ഘടകമായിരിക്കും. അതുപോലെ അടുത്ത് 11 × 3 എന്ന് പറഞ്ഞാൽ 33 അല്ലേ? ആ 33ഉം അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ 2ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തൂടെ? 2 3 6 അല്ലേ? ആ 6 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഈ സംഖ്യകളൊക്കെയാണ് ആ 66ന്റെ ഫാക്ടേഴ്സ്. ഞാനെന്താ പറഞ്ഞെന്നറിയോ, ആദ്യം 11നെയും 2നെയും കൂടെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അതൊരു ഫാക്ടർ ആയിരിക്കും. 11ഉം 2 22 ആണ്. സെറ്റ് അല്ലേ? 11 × 2 22 ആണ്. നിങ്ങൾക്ക് അറിയാം. 11 3 ഗുണിച്ചാൽ 33 ആണ്. അതും ആ ഒരു 66ന്റെ ആ ഒരു ഫാക്ടറാണ്. പിന്നെ 2 3 ഗുണിക്കുക, അതായത് ഈടെ ഇയാളും ഗുണിച്ച്, പിന്നെ ഇയാളും ഈ 3 ഗുണിച്ചു, പിന്നെ ഈ 2 3 കൂടെ ഗുണിച്ചാൽ കിട്ടുന്നൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഞാൻ അടുത്തൊരു ചോദ്യം കൂടെ എഴുതി തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒരു ചോദ്യം കൂടെ എഴുതി കഴിയുമ്പോണ്ടല്ലോ അടിപൊളിയായിട്ട് ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഏതാ? അടുത്ത ചോദ്യം നോക്ക് കുഞ്ഞോനെ. അടുത്തത് ഇതല്ല, അടുത്തത് ഏതായിരുന്നു? 70 ആണല്ലേ? 70. നമുക്ക് 70ന്റെ ഒന്ന് ചെയ്ത് നോക്കാവേ. 70. ഓക്കെ, 70ന് എങ്ങനെ നമ്മൾ എഴുതാം? നേരത്തെ 66നെ 11 × 6 എഴുതിയില്ലേ എല്ലാവരും? അപ്പൊ 70നെ നമ്മൾ എഴുതുന്നത് ജസ്റ്റ് ഒന്ന് എഴുതാം, വെല്ല എഴുതി വെച്ചോ. 2 35 70. പക്ഷെ 2 35 എഴുതി വെച്ചാൽ അത് 70 ആവത്തേ ഉള്ളൂ. പക്ഷെ ഈ 35 ഒരു പ്രൈം നമ്പർ അല്ല. 35 ഒരു പ്രൈം അല്ലെങ്കിൽ നിങ്ങൾ പ്രൈം ആക്കി മാറ്റണം. എങ്ങനെയാ 35ന് എങ്ങനെ പ്രൈം നമ്പർ? അഭാജ്യ സംഖ്യകളാക്കി എഴുതാം. 7ഉം 5ഉം ഗുണിച്ചാൽ മതി. അപ്പൊ 7 × 5 സെറ്റ് അല്ലേ?
എന്ത് സുഖമാണ് അല്ലേ? അപ്പൊ 3 അഭാജ്യ സംഖ്യകളുടെ വരുന്ന കേസാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതലുള്ളത്. പ്രൈം നമ്പേഴ്സുകൾ 3 3 നമ്പേഴ്സ് ഓഫ് വരുന്ന സാധനങ്ങളാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് 2 × 35 എന്ന് പറയുമ്പോൾ 7 5 എന്ന് പറഞ്ഞാൽ ആ 35 അത് ജസ്റ്റ് ഇച്ചാൽ മതി. ഇനി എന്താ ചെയ്യാ? ഇനി നേരത്തെ പോലെതാ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം വരെ എഴുതാൻ പറഞ്ഞാൽ അത് വരെ മതി. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നമുക്ക് എല്ലാ ഘടകങ്ങളും കണക്കാക്കുക. ഘടകം കണക്കാക്കുക. ഇനി എന്താ ചെയ്യാ? എന്റെ പൊന്നു മക്കളെ, 70ന്റെ ഘടകം കാണാൻ പറഞ്ഞാല് 70ന്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ചോദിച്ചാൽ 1ഉം 70ഉം എപ്പോഴും ആരുടെ ഘടകമാകും? ആ സംഖ്യന്റെ ഘടകമാകും. 1ഉം 70ഉം അതിന്റെ ഘടകമാകും എപ്പോഴും. ആ നമ്പർ 1 എപ്പോഴും എല്ലാ സംഖ്യകളുടെ ഘടകമാകും കേട്ടോ. പിന്നെ ഈ 3 ഇത് അഭാജ്യ സംഖ്യകൾ 3 അഭാജ്യമാണെങ്കിൽ 3 അതിന്റെ ഘടകമാകും. അപ്പൊ 2 7 5 കണ്ടോ. ഇനിയുണ്ട്. ഇനി എന്താണെന്നറിയോ? ഈ 2 7 കൂടെ ഗുണിക്കാം. 2 7 ഗുണിച്ചാൽ 14 ആ 14 എഴുതി. ഇതാ 14. ഓക്കെ. 2ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്രയാ? 10 അതും എഴുതി. അതുപോലെ അടുത്ത 7 5 ഗുണിക്കുക 35 ഒരേ പൊളി. അപ്പോൾ 1 2 3 4 5 6 7 8. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? അതേ സംഖ്യകൾ ഒന്നുകൂടെ എഴുതി വെക്കുക, 1ഉം അതേ നമ്പറും എഴുതി വെക്കുക. അപ്പൊ തന്നെ കിട്ടും 5. എന്നിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഒരേ പൊളി സെറ്റ്. കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേ. റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. അടുത്തത് 105. 105നെ നിങ്ങൾ എങ്ങനെ എഴുതും? 105 എന്ന് പറഞ്ഞ സംഖ്യനെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. 21 × 5 105 ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ബാക്കി നിങ്ങൾ ചെയ്യോ? ഇപ്പൊ 105നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം കേട്ടോ. 105നെ നിങ്ങൾക്ക് ചെയ്താൽ അങ്ങനെ 21ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 105. അപ്പൊ 21 ഒരു പ്രൈം നമ്പർ അല്ല, നമുക്ക് മാറ്റണം. 7 × 3 21 5 കണ്ടോ, 3 പ്രൈം നമ്പർ ആയി. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തിട്ട് താഴെ കമന്റ് സെക്ഷനിൽ ഏതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സുകൾ, ഏതൊക്കെയാണ് ഇതിന്റെ ഘടകങ്ങൾ എന്ന് സാറിന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കിന്റെ കൂടെ ഇടാം. വെറും ആൻസർ മാത്രം കമന്റ് ചെയ്യരുത്. സാറിന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒരേ പൊളിയാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും തരും. അപ്പോൾ ഒരേ പൊളിയായിട്ട് നമുക്ക് പരീക്ഷ എഴുതണം. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ BGR സൈനിങ് ഓഫ്. ബൈ.